ഇന്നൊരു നൈറ്റ് ഡ്രൈവ് ആകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. എനിക്ക് പകൽ സഞ്ചരിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം രാത്രി സഞ്ചരിക്കുന്നതാണ്. കാരണം ഒരു പ്രത്യേക വൈബാണല്ലോ. എങ്ങോട്ട് പോകുന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ശാലിനി പറഞ്ഞത്, കരമന തന്നെ ഒരു പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി, പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്കൊരു ഒതുങ്ങിയ സ്ഥലമല്ലേ വേണ്ടത്, നമുക്ക് അവിടെ പോയിരിക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം ഞങ്ങളൊരു കറങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇറങ്ങിയതല്ല, ഒരു വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതിൻ്റെ അരിയത്തു കൂടി തന്നെ നമ്മുടെ കരമന ആറൊഴുകി പോകുന്നുണ്ട്. അപ്പോൾ അത് കുത്തി ഒഴുകുന്ന ആ ശബ്ദവും അതൊരു നൈറ്റിൽ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങളൊരു 8 മണിയോടുകൂടി അവിടെ എത്തിയെങ്കിലും ഞങ്ങൾ ശരിക്കും വീഡിയോ എഡിറ്റിങ്ങിന് അവിടെ ഇരുന്നപ്പോൾ സമയം പോയതുപോലും അറിഞ്ഞില്ല. 9:30 മണിയായി ഞങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ. അപ്പോഴേക്കും വയറ്റിൽ വിശപ്പ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തത് ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കും ഒരു രസമായിരുന്നു രണ്ടുപേരും കൂടെ കൂടിയപ്പം. വിശപ്പ് വീണ നേരത്തെ ഞാൻ പറഞ്ഞു, ശാലിനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു ഇതിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത്, അടുത്ത് തന്നെ കരമനയിൽ ഒത്തിരി ജ്യൂസ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്ന്. അവിടെ ചെന്നു ഞങ്ങൾ 2 ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ ശരിക്കും കണ്ണ് തള്ളിപ്പോയി. ഫ്രൂട്ട് സലാഡ് അത്രയും വലിയൊരു ഗ്ലാസ്സിലാണ് നമുക്ക് തന്നത്. ഇതെങ്ങനെ കുടിച്ച് തീർക്കുമെന്നായിരുന്നു പിന്നത്തെ കൺഫ്യൂഷൻ. കാരണം കുറച്ച് കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ഫുൾ ഗ്ലാസ് നമ്മളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പകുതി കുടിച്ചപ്പോഴേക്കും വയറ് ഫുള്ളായി. പിന്നെ കാശ് കൊടുത്തതല്ലേ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ഞങ്ങൾ കുടിച്ചു. പക്ഷേ പറ്റുന്നില്ല, ഫുൾ അങ്ങോട്ട് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഏറെ നേരമായി. അവൾക്ക് ഹോസ്റ്റലിൽ കയറേണ്ട ടൈമായി. എന്നെ കൊണ്ട് വിട്ടിട്ട് വേണം ശാലിനിക്ക് ഹോസ്റ്റലിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇത് ഫ്രൂട്ട് സലാഡ് കഴിച്ചതിന് ശേഷം എന്നെ കൊണ്ടുവന്ന് എൻ്റെ ഹോസ്റ്റലിലാക്കിയിട്ടാണ് ആ കുട്ടി തിരിച്ചു പോയത്. ഏതായാലും നല്ല രസമായിരുന്നു കേട്ടോ യാത്ര. ഇനി എന്തായാലും അടുത്ത യാത്രയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.